ചാലഞ്ച് ആയതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഇതുമായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് കുറെ കാലം മുന്നേ, 1 വർഷം മുന്നേ. ഞങ്ങൾക്ക് തന്നെ ഞെട്ടലായി പോയി. ചാലഞ്ച് ചെയ്തിട്ട് വെച്ചിട്ട് ഞങ്ങളെന്നെ ഇരിക്കും. ഞങ്ങളത് നല്ല മാറ്റം കേട്ടോ. ഞാനൊക്കെ കുറച്ചും കൂടെ ഇപ്പൊ ചബ്ബിയായി, ഷാമിയായി, ശ്രീയായി, എല്ലാവർക്കും നല്ല മാറ്റമുണ്ട്. അതിപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ നമ്മള് വീണ്ടും ആ ഒരു നെയിം പ്ലേസ് തിങ്സ് ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. സമയത്ത് എല്ലാവരും എന്താ പറയാ വീട്ടിലൊക്കെ ഇന്ന് കസിൻസ് ഒക്കെ ആയിട്ട് കളിക്കുന്നതായിരിക്കും, ഞങ്ങൾക്ക് കളിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാലോ, ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സാധാരണ ഞങ്ങളുടെ മുന്നിൽ ഇവിടെ ഒരു വീലാണ് ഉണ്ടാവാറ്. ആ വീല് തിരിച്ചിട്ടാണ് നമ്മള് എന്താണ് ഏത് ലെറ്റർ എന്നുള്ളത് ചൂസ് ചെയ്യാറ്. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് മുന്നിൽ കുറെ കളർഫുൾ ആയിട്ടുള്ള ലോട്ടുകൾ എഴുതിയിട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു അക്ഷരം സെലക്ട് ചെയ്യും. ആ അക്ഷരം ആയിരിക്കും നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. നെയിം എഴുതണം, പ്ലേസ് എഴുതണം, തിങ് എഴുതണം, ആനിമൽ എഴുതണം, ഫിലിം എഴുതണം. ആദ്യം ആരാണോ എഴുതി കഴിയുന്നത് അവരെ ബസർ അടിച്ച് നമ്മൾ എഴുതി കഴിഞ്ഞു, ബാക്കിയുള്ള ആരും എഴുതരുത് എന്ന് ഉറപ്പുവരുത്തണം. അതെ. അപ്പൊ നമുക്ക് ചാലഞ്ചിൽ കിടക്കാം. അത് നമ്മളെ പേരും കാര്യങ്ങളൊക്കെ മലയാളത്തിൽ എഴുതാല്ലേ? പേര്, സ്ഥലം. ഞാൻ പേര്, പ്ലേസ്, തിങ്സ്, പിന്നെന്തായിരുന്നു? ആനിമൽ അല്ലേ? ആനിമൽ ഓർ ബേർഡ്, മൃഗം ഓർ പക്ഷി. അതെങ്ങനെയുണ്ട്? മാർക്ക് എഴുതാൻ മറക്കരുത്. സാധനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലല്ല, ഞങ്ങളൊക്കെ ലാസ്റ്റ് ഓ, ഞാൻ ഇപ്പുറത്ത് എഴുതല്. ഞാൻ ആദ്യം ആനിമൽ ഓർ ബേർഡ് എഴുതിയിട്ട് ഫിലിം എഴുതലുള്ളൂ ഗൈസ്. ഇനി കറക്റ്റ് നമുക്ക് വരയ്ക്കട്ടോ. ഇതൊക്കെ ചെയ്ത് സ്കീലായിട്ട് വരയ്ക്ക് സ്കെയിലിന്റെ പോലെ ആവശ്യമില്ല. അതേ മൃഗത്തിന്റെ മൃഗപ്പെറ്റി. അങ്ങനെ ആദ്യമായിട്ട് നമ്മള് റൗണ്ടിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഞാൻ തന്നെ സെലക്ട് ചെയ്യാം. ഏതാണോ അക്ഷരം? കഠിന കടുവരം. 3, 2, 1, go. പറഞ്ഞോളൂ. വെച്ചിട്ട് തീരെ സമയം കിട്ടില്ല. തീർന്നായി. പേര് പറഞ്ഞു. ഉമ, ഉണ്ണി, ഉമ മഹേശ്വരി. അമ്മ എന്തായാലും എഴുതുന്നറിയാം. 10 മാർക്ക്. സ്ഥലം ഊട്ടി. ഓ, സ്ഥലം ഞാൻ 3 മാത്രം എഴുതി വെച്ചുള്ള സ്ഥലം എനിക്ക് കിട്ടാഞ്ഞത്. ഉത്തർപ്രദേശ്. ഓയോ, എനിക്ക് കിട്ടിയില്ല. 10 മാർക്ക് ചെയ്തല്ലേ? 10. സാധനം ഉരൽ. ഉരൽ. വെരി ഗുഡ്. വേറെ എന്തൊക്കെ സാധനം? ഒരേപോലെ 5 മാർക്കല്ലോ. മിക്കരി. ഓക്കെ. അടുത്ത ആനിമൽ ഓർ ബേർഡ്. വലിയൊരു ആനിമലിനെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഉറുമ്പ്. നന്നായി. ഉറുമ്പ്. നന്നായി. ഒട്ടക പക്ഷി. അത് ശരിയാണല്ലോ. ഞാനൊരു കാര്യം പറയണേ, ഇതാ ഇവിടെയൊക്കെ എനിക്ക് അബദ്ധം പറ്റിയിട്ട് ഇതല്ലോ. ഫസ്റ്റ് ഞാൻ ഓന്ന് എഴുതി വെച്ച ഉട്ടകപക്ഷി. മത്സരടിക്കാൻ എന്തൊരു ആത്മാർത്ഥതയായിരുന്നു. ഒന്നാലോചിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സിനിമ. ആദ്യം ഈ ഉമ്മക്ക് എനിക്ക് എഴുതാൻ കിട്ടില്ല. അത് കൊള്ളാം. ഒട്ടകപക്ഷി കേൾക്കണ്ട. അല്ല, സിനിമകൾ എഴുതിട്ടോ. സിനിമ ഉദയനാണ് താരം. ഊഞ്ഞാൽ. ഉമ. സാധനം എഴുതാനല്ല പറഞ്ഞോട്. അന്റെ പണി തുടങ്ങി. നോക്കൂ, ഊഞ്ഞാലുണ്ടോ? അതിന്റെ കൂടെ എന്റെ സിനിമയും കൂടെ നോക്കണം. ഉമ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടോ നോക്കൂ. വെറുതെ ഉണ്ടോന്ന് പിന്നെ ഈ നോക്കണം. അത് ഊഞ്ഞാല് നോക്കും. എന്നിട്ട് ഉമയെ നോക്കും. ഉമാമഹേശ്വരി നോക്കണോ? വേണ്ട, അത് ശരിക്കുള്ള പേര്. അത് ഉമ്മ എഴുതി നോക്കാം. എഴുതുന്ന എനിക്കറിയാം. മഹേശ്വരി കൂടി ഞാൻ കൂട്ടി എഴുതി. ഊഞ്ഞാലേ? ആ പാട്ടുണ്ട്. ഊഞ്ഞാല. ഊഞ്ഞാലൊക്കെ ഊഞ്ഞാലുണ്ടാവാൻ 1977 സോമൻ അഭിനയിച്ച ഊഞ്ഞാൽ. സോമേട്ടെ
സോമേട്ടനും പോയിട്ട് ഇവിടെ എത്ര ഉണ്ട് അവള് ജയിക്കുന്നത്. എന്നിട്ട് അവൾക്ക് ഊഞ്ഞാലറിയാം. വെറുതെ അല്ല എനിക്ക് എവിടോ കേട്ടൊരു ഓർമ്മ, അതുകൊണ്ട് എഴുതിച്ചാ. ഓക്കെ, ഇനി ഉമ്മ വരട്ടെ. ഉമ്മ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഊഞ്ഞാല് പോലെ ഊഞ്ഞാല് സാധനാണ്, അതിനെ പറ്റി എഴുതാൻ കഴിച്ചില്ലായി പോയതാണ്. ജസ്റ്റ് മനസ്സിലാക്കണം. ഷോണക്കാട് വരെ സ്മരിക്കുന്ന ഒരു പേരാ. മലയാളം സിനിമയാണല്ലോ വേണ്ടേ? ബംഗാളി സിനിമ ഉണ്ട് അത് മലയാളം. എന്നാലും ഒട്ടക പക്ഷി വല്ലാത്തൊരു പക്ഷിയായി പോയില്ലേ? ഉമയില്ല, ഉമാനിലയുണ്ട്. അത് പറ്റില്ല. ലവ്മല്ലേ ഭാർഗവി നില എന്നൊക്കെ പറയുന്നത്. 10, 15, 20, 30 മാർക്കുള്ളൂ ഗൈസ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ. എനിക്ക് 35 മാർക്ക്. എനിക്ക് 30 മാർക്ക് ഗൈസ്. എനിക്ക് 35 മാർക്ക്. ഉമാമഹേശ്വരി ഉത്തർപ്രദേശ് ഉമാന്ന് എഴുതിയിട്ട് ഞാൻ പിന്നെ ഉമിക്കരിയാക്കിയത്. ഇവിടെ ഉമ എഴുതി വെച്ചു, ഉറുമ്പ് എഴുതി വെച്ചു. ടോട്ടൽ 35. ഇതാ ഗൈസ്, ഉണ്ണിക്ക് 10 പ്ലേസ് ഞാൻ എഴുതിയില്ല, ഊന്ന് മാത്രം എഴുതി വെച്ച്. ഉരല് ശ്രീ പിന്നെ അല്ല, ഞാനും 5 ഒരേപോലെ എഴുതി. ഉറുമ്പ് ഞാനും ശ്രീ ഒരേപോലെ എഴുതി 5. പിന്നെ ഊഞ്ഞാൽ, അങ്ങനെ ടോട്ടൽ എനിക്ക് 30. ഇത് ഒമയാവണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉമയാക്കി 10 മാർക്ക്. ഊട്ടിക്ക് 10, ഉരൽ 5. ഉദയനാണ് താരം. ഉദയനാണ് നാളെ ആദ്യം ഇത്, പിന്നെ ഊവാക്കിയത്. അത് പിന്നെ ഉട്ടക പക്ഷി ദിവ്യ. കിട്ടി. അപ്പൊ നമുക്ക് അടുത്ത സെലക്ട് ചെയ്യാം. ഞാൻ റെഡ് എടുത്തോ. റെഡിൽ എന്തോ നല്ലൊരു വൈബ് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു അതേ തരുത്. 3, 2, 1 go. സ്വാമി തുടങ്ങിന്റെ മുഖത്തേക്ക് വെക്കാൻ. എനിക്ക് ഷോടാന്നൊക്കെയാ ഷാ വെച്ചിട്ട് കുറച്ച് കഷ്ടാണ്. എന്തൊക്കെ എസ് ഒക്കെ ചെയ്തെന്ന് ഞാൻ ഒക്കെ ഷാ ഷാ ഷാന്ന് എഴുതി വെച്ചതാ. അതെ, ഇതിൽ എഴുതിയൊന്നും കാണിക്കാൻ പറ്റും തോന്നില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്കാ. ആർക്കും ഇപ്പൊ ബസ്സറടിക്കണം? വേണ്ട, വേണം, അല്ലേ വേണ്ട. അഞ്ചിനടുത്ത് ചോദിക്കുന്നേ. ഞാൻ അവനോട് ചോദിച്ചതല്ല. ഇതെങ്ങനെ കിട്ടിലോട്ടെത്താ? എവിടെ അവസാനിക്കുന്നത്? ഇങ്ങനെ അവസാനിപ്പിക്ക. എനിക്ക് എല്ലാ സാധനമുള്ള ഒക്കെ ഷായായിട്ട് വരുന്നു. ഷോടാ ശംബാരം. നിങ്ങൾ 3 പേരും കൂടി ധാരണയിലെത്തി കിട്ടിയാണെങ്കിൽ കിട്ടിയാ അടക്ക ആലോചിക്കട്ടെ, ഒന്നുകൂടെ രണ്ടിനോട് ആലോചിക്കട്ടെ. തിരാനായോ? ഇംഗ്ലീഷ് മലയാളത്തിൽ പറ്റുമോ? പറ്റില്ല. എന്താ കൊറേ കിട്ടി? ഫുള്ള് കിട്ടിയ? ഞാൻ പിന്നെ ഒക്കെ കിട്ടി ഇവിടെ ഇരിക്കുക. അങ്ങനെയാണ് ബസ്സറടിക്കല്ലേ? ഇല്ല. ഷാ വെച്ചിട്ട് നിത്യജീവിതത്തിൽ കിട്ടുന്നില്ല. അതല്ല, എല്ലാരും പാമ്പിനെ പോലെ കേക്കുന്നുള്ളൂ. ഇത് കൺഫ്യൂഷൻ ആണ്. ഏത് ഷാ ആണ് ഇനിന്നൊക്കെ. 2 ഷാ ഉണ്ടല്ലോ. അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എഴുതി വെച്ചു. ഞാൻ കിറ്റ് ചെയ്ത് എനിക്കിനി ഒന്നും കിട്ടണ്ട. എത്ര നേരം കുഴപ്പമില്ല. പേര് അവിടെ തുടങ്ങി. ഞാൻ തുടങ്ങാം. പേര് ഷോളയാൻ. അങ്ങനെ പേരുണ്ട്. പേരെന്തൂടല്ല, അത് മോശമല്ല. ശീതൾ. അത് ഷായ. പേരെങ്ങനെയാ? ശീതളിന്റെ ഷാ ഈ ഷാ ആണ്. മനസ്സിലായോ? ഷാർലറ്റ്. ഞാൻ ഷാമിയാന്ന് എഴുതി വെട്ടിയിട്ട് ഞാൻ ശീതളിന് എഴുതിയതാ. എഴുതിയാലോ. ഇന്റെ ഷാ എന്ന് പറഞ്ഞാൽ ഇന്റെ ഷാ ഈ ഷാ തന്നെയാണ്. ഈഷ പശുവിന്റെ ഷാ അല്ല, ഈ ഷാ ആണ്. പക്ഷെ അത് ഞാൻ എഴുതിയിട്ട് ഞാൻ വെട്ടിയിട്ട് ശീതളിന് എഴുതി. ഓക്കെ. പ്ലേസ്
ഷിംല ഇല്ലേ? ഷിംല കാശാണോ? ഈശാല്ലേ? ഷാലിമാർ കേട്ടോ, ഷാലിമാർ ബസ്സല്ലേ? അത് സ്ഥലം ഉണ്ടെന്ന്. ഉണ്ടോ? ആ സ്ഥലം ഉണ്ടാവും. ഡ്രസ്സിന്റെ കട കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു കൂൾബാറും കണ്ടിട്ട് സ്ഥലം എന്തായാലും ഉണ്ടാവും, എനിക്ക് ഉറപ്പാ. ഷിറാപ്പുഞ്ചി ഉണ്ടോ? അതില്ല. സിറാപ്പുഞ്ചിയോ? ലാസ്റ്റ് മിനിറ്റ് നിൽക്കാതെ ലാസ്റ്റ് എനിക്ക് കിട്ടിയത് ചിറാപ്പുഞ്ചി വരെ ചിറാപ്പുഞ്ചിന്ന്. അങ്ങനെ സ്ഥലം ഉണ്ടാവില്ല. ചിറാപ്പുഞ്ചി നോക്കിക്കൊണ്ട് ചിലപ്പോ ഉണ്ടെങ്കിലോ കണക്ക് പണി തരാനുള്ള ഒരു ചാലഞ്ച്. ഷാലിമാർ ഉണ്ടാവും എനിക്ക് അറിയായിരുന്നു. അമ്പാ അതെനിക്ക് ഏകദേശം അറിയായിരുന്നു. നോർത്തില് ചാർമിനാർ എന്നൊക്കെ പറയുന്നത് ഷാലിമാർ. ഷിറാപ്പുഞ്ചി. ഓക്കെ. ഷിറാപ്പുഞ്ചി. ആ ക്രോം എന്നെ ചീത്ത പറയുമോ ചോദിക്കോ. ചിറാപ്പുഞ്ചി അല്ലോ, ഷിറാപ്പുഞ്ചി ഒന്നുമില്ല. അല്ല അപ്പൊ അടിച്ചു നോക്കിയോ ഷിറാപ്പുഞ്ചി ഉണ്ടോന്ന്? അടിച്ചു നോക്കി. എന്നാ ഓക്കെ, കിട്ടിയല്ലോ ബിരിയാണി വിചാരിച്ചൊക്കെ. സാധനം ആ ഷൂലേസ്. മലയാളം പറയും. ഷൂ, ചെരുപ്പിന്റെ കയർ. അങ്ങനെയാണ് ഈ പുറത്തു നമ്മള് നോർമലി നമ്മള് യൂസ് ചെയ്യാ ഷൂലേസ് എന്നല്ലേ? ഈ ലൈറ്റിന് വെളിച്ചം എന്നല്ല നമ്മള് പറയല്ലോ, അതുപോലെ ഷൂലേസ് ഒക്കെ അല്ലേ? ഞാൻ നോക്കട്ടെ. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് സല്ലു, അത് അങ്ങനെ ഒന്നും വിടാൻ പറ്റില്ലെന്നില്ല ഇവിടെ. ഷൂലേസ് അല്ല ഈ എന്താ എഴുതിയേ? ഞാൻ ഷാൾ. ഷാൾ. അത് ശരി. അപ്പൊ അത് ശരി, അത് ഇംഗ്ലീഷ് അല്ലേ? ഷൂസ് കെട്ടുന്ന ചരട്. ഷൂസ് കിട്ടുന്ന ഷാളിന്റെ മലയാളം നോക്ക്. തട്ടം. ശീല. തുണി. ഇല്ല, ഈ എന്താ എഴുതിയത്? അല്ല നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഷാൾ. ഷൂന്റെത് ഷൂലേസ് ഓക്കെയാണ്. അങ്ങനെ ഷാൾ ഒക്കെ അല്ലേ? ഇത് കള്ളക്കളിയാ. കള്ളക്കളിയല്ല, തട്ടം എന്ന് പറഞ്ഞിട്ട് മലയാളം ഉണ്ട്. അപ്പൊ ഈ എങ്ങനെ ഷോളെന്ന് എഴുതുക? അതിന് തട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാരും ഷൂലേസിന് മലയാളം എന്താ പറയല്? ഷൂ കെട്ടുന്ന കയർ. അതാരും പറയലില്ല. അങ്ങനെയൊക്കെ ഷൂലേസിന്റെ നോക്ക്, അത് സമ്മതിക്കാം. ഷാൾ സമ്മതിക്കാൻ പറ്റില്ല, അത് മാത്രം ഇപ്പൊ സമ്മതിക്കാൻ പറ്റാത്ത. തട്ടുന്ന മലയാളം ഇല്ലേ? അങ്ങനെ വെട്ടി എനിക്ക് 0 മതി. ഞാൻ ഔദാര്യത്തില് മാർക്കൊന്നും വേണ്ട. ഓക്കെ ഞാന് ഷവർമ. അതിന്റെ തലയിലേ ഒന്നുമില്ല. കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഷൂലേസും വേണ്ട, ഷോളും വേണ്ട. എനിക്ക് സിനിമയില്ല, മൃഗമില്ല, പക്ഷിയില്ല, ഒന്നുമില്ല. ഒന്നുമില്ലല്ലേ? ഒന്നാ ക്രോം എടുക്കും. ശീമപ്പന്നി. അങ്ങനെ സാധനം ഉണ്ടോ? ശീമപ്പന്നി ഉണ്ട്. ഷീമപ്പന്നി ഇല്ല. അത് ശംഖിന്റെ ഷാ. ഇതൊക്കെ കാണിക്കണം. ഷീമപ്പന്നി, ഷാലുള്ളതൊക്കെ ഷാക്കി മാറ്റി. അതാ ഞാൻ പറഞ്ഞത്, ഇപ്രാവശ്യത്തിൽ അറിയൂല, നോക്കണോ ശരിയാണോ എന്നുള്ളത്. ഒക്കെ ഒരു ട്രൈ ഓള് നടത്തിയിട്ടുണ്ട്. ഇന്ന സിനിമ ഇതൊക്കെ തെറ്റാ. ഷൂട്ടിങ്. ടീച്ചറുണ്ടല്ലോ ഷൂട്ടിങ്ങോ? ഉറപ്പാടുണ്ടാവും. ഇവിടെ പണ്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നൊക്കെ വിചാരിച്ച് വെറുതെ എഴുതി ഞാൻ തോന്നുന്നു. സത്യം പറയാൻ എനിക്ക് വല്ല ഐഡിയ ഉണ്ട് ഇതിനെ പറ്റിയിട്ട്. അതിപ്പോ ചാവുന്നുണ്ടല്ലോ. അതെ, ചാവുണ്ടല്ലോ നോക്കട്ടെ. ഷൂട്ടിംഗ് മലയാള സിനിമ എന്നൊക്കെ അടിക്കുന്ന സമയത്ത് വേറെ മലയാള സിനിമയുടെ ഷൂട്ടിംഗ് മലയാള സിനിമ ഇയർന്ന് വരും. ശിക്കാരി ശംഭുവിന്റെ ഒന്ന് മലയാളം അടിച്ചു നോക്കിയാൽ. അതെ, ഷൂട്ടിംഗ് എന്ന് പറഞ്ഞുള്ള സിനിമ അല്ല കേട്ടോ. ഇല്ലല്ലോ. ഓരോരോ ചക്കട്ട് മുതൽ അവളെ ഇറങ്ങിയിരിക്കുക. മറ്റേത് ഇല്ലല്ലോ, മൃഗം പക്ഷി എന്താ ഷായോ? ഷായ നോക്കി നോക്ക്, ചിലപ്പോ മലയാളത്തില് ഷാ അങ്ങനെ ആണെങ്കിലോ. ശിക്കാരി ശംഭു കണ്ടോ? ഷായ സിനിമ ഉണ്ട്. എനിക്ക് ടോട്ടൽ 30 മാർക്ക്. ഷാർലറ്റ്, ഷിംല, ഷൂലേസ്. അപ്പൊ എനിക്ക് ഷോളയാന് 10, ഷാലിമാറിന് 10, ഷവർമ്മയ്ക്ക് 10, ഷൂട്ടിങ്ങിന് 0, ഷാക്ക് 0, ടോട്ടൽ 30 മാർക്ക്. എനിക്ക് ശീതളിന് 10, ഷിറാപ്പുഞ്ചി 0, ഷോള് 0, ശീമപന്നി 0, ശിക്കാരി ശംഭു 0. ആകെ മൊത്തം 0-ൽ ഒരു 10. ഓക്കെ, ഞാനിപ്പൊ തന്നെ ഞാൻ ഈ ഗെയിമിൽ തകരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 25 പോയിന്റ് ബാക്കിലുള്ള അതൊക്കെ ഇങ്ങനെ തന്നെ അത്രേ ഉള്ളൂ. പിടിച്ചിക്കാൻ പറ്റിയ ഞാൻ റെഡ് കുറെ നേരം ഇവിടെ കാണുന്നു. നോക്ക്, നല്ല സാധനം വല്ല അല്ലെങ്കിൽ
2, 1, go. ഓ പെണ്ണ് മാറിപ്പോയി. ഇത് പെട്ടതല്ലേ. ഒരു സ്ഥലത്ത് നമ്മളെല്ലാരും തളർന്നു കിടക്കും. അതെ, ആ സ്ഥലത്താണ് ഞാൻ ഇപ്പൊ എത്തിക്കുന്നത്. 5 മൊത്തം നോക്കുന്നു. മുഖത്തും നോക്കാൻ പാടില്ല. ധിക്കാരിയായ പൂച്ച. അതിന്റെ ദായം അതല്ല. സോറി, ഇതാണോ? ഇതാ ഓക്കെ ഓക്കെ. ഇത് ഞാൻ ബസ്സറടിക്കേണ്ടി വരുമോ? വരും. ഓരോ പേരുണ്ടാക്കിക്കൊണ്ടിരിക്കുക. സമയം പോകുന്നു. ഞാൻ ഒരു മിനിറ്റ് കൂടെ. ഒറ്റ മിനിറ്റ് കൂടെ ഉള്ളേ. ഇപ്രാവശ്യം ഭയങ്കര ടഫാണല്ലോ സലു. ഷാമി എന്തോ എഴുതി. ഷിക്കാരി ശംഭു പോലെ എന്തോ തോന്നുന്നു. ഒട്ടകപക്ഷി പോലെ എഴുതിയതോ? ഇവിടെ എന്തോന്നുണ്ട് ഷൂട്ടിങ്. എല്ലാരും കയ്യിലുണ്ട്, ആരും മോശമല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ദീനമായി കിടക്കുന്ന പറ്റിയാലോ. അല്ലാതെ എനിക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ മൃഗം ഭക്ഷണം തുടങ്ങാൻ പറ്റുമോ? എന്തിനാ അത് കേൾക്കാൻ വേണ്ടിട്ടാ? അയ്യോ എനിക്ക് പേടിയുണ്ട്. ഞാൻ ഗൂഗിൾ എടുക്കണോ? വേണ്ട, ആളൊക്കെ ചിലപ്പോ എടുത്ത് ഓരോ റൗണ്ടിൽ ഈ ഗൂഗിൾ എടുത്ത് വെച്ചിരിക്കേണ്ടി വരും. അത് വേണ്ടി വരും. ഞാൻ അങ്ങനെ തുടങ്ങി. ദിനകരൻ. ദിനകരൻ. ആ ഈ പറ. ദീപ്തി. ആ ദേവയാനി എന്റെ അമ്മമ്മേന്റെ പേര്. അടുത്തുള്ള വീടും സ്ഥലമൊക്കെ വിട്ടിട്ട് ശ്രീക്ക് പണ്ട് മുതലേ ഒരു അടുത്തത് പ്ലേസ് ദില്ലി. ദയാപുരം. ഹൗ അത് കിട്ടിയത് ഞാൻ എഴുതാതെ. ദയാപുരം ഉണ്ടോ? ഉറപ്പാ. ദക്ഷിണഗംഗ. ദക്ഷിണഗംഗ എന്തായാലും എന്തായാലും ഉണ്ട്, അതൊക്കെ ഉറപ്പാ. ദയാപുരം ദക്ഷിണഗംഗ ഒന്ന് നോക്കാം. ഞാനൊന്നുമില്ലടാ. ദില്ലി 10 മാർക്ക്. ബുദ്ധിമുട്ടില്ല എനിക്ക്. ഇത് ദയാപുരം ദക്ഷിണ ഗംഗ എന്തോന്നടേ. ദയാപുരം എനിക്കറിയാനും അതോടെ ദക്ഷിണഗംഗ, ദേവപ്രയാഗ അങ്ങനത്തെ കുറെ സ്ഥലങ്ങളൊക്കെ ഇല്ലേ? അത് ദേവപ്രയാഗ കൂടി. ദേവപ്രയാഗ എനിക്ക് ദക്ഷിണഗംഗ ഒരു രസം തോന്നി, ഞാൻ അത് എഴുതി. അല്ല ദയാപുരം ആയിക്കോട്ടെ. സാധനം ദീവാൻ. ദീപം. ആ ദണ്ട്. ദണ്ടിന്റെ അതന്നെ ഉറപ്പാ. എഴുതി എനിക്ക് നല്ല ഓർമ്മ. അതന്നെ ആയിരിക്കും. ഓക്കെ. സിനിമ ദാദാ സാഹിബ്. ദയ, ദൈവത്തിന്റെ മകൻ. ദൈവത്തിന്റെ മകനോ? രാജാവിന്റെ മകൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ മകൻ മലയാള സിനിമ. ഞാൻ ശരിക്കുള്ള ഒന്ന് എഴുതി വെട്ടി. രാജാവിന്റെ മകൻ ഉണ്ട്. ചെലപ്പോ ഉണ്ടാവട്ടെ അങ്ങനെ തോന്നുന്നു. പാവക്കുട്ടി അറിഞ്ഞിട്ട് എഴുതിയതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ജയറാമിനെ മനസ്സിൽ കണ്ടിട്ട് എഴുതിയത് ആണോ? അതിലൊരു പാട്ട് പറഞ്ഞു. അല്ല അതായത് ദൈവത്തിന്റെ മകൻ. ഇതന്നെ ഉദ്ദേശിച്ചത്. ജയറാമിനെ മനസ്സിൽ കണ്ടിട്ട് ഞാൻ പറഞ്ഞത്. അമ്മ സമ്മതിച്ചു ശ്രീയാനെ. ഇതില് വാണിജ്യതൊന്നുമില്ല. ഇതില് പൂജ അത്ര പൂജ. കലാഭവമണി ജഗതിയൊക്കെ. സോറി ഞാൻ കണ്ടുപോയപ്പോ മൃഗം. എല്ലാരും എഴുതും എനിക്കറിയാം. ദിനോസർ. എനിക്ക് അത് കിട്ടിയിട്ട് പോലില്ല. ഞാൻ കാത്തു കുത്തിരിക്കുക എന്താ കിട്ടുക. മലയാളത്തിൽ പറയുമ്പോ ദിനോസർ. കുറച്ച് നേരത്തെ 5 ഇതാ ഇന്റെ മാർക്ക്. ദേവയാനിക്ക് 10, ദക്ഷിണഗംഗയ്ക്ക് 10, ദണ്ഡന് 10, ദൈവത്തിന്റെ മകന് 10, ദിനോസറിന് 5. ടോട്ടല് 45 മാർക്ക്. ഗൈസ്
ആദ്യമായിട്ട് 10 ദീപ്തി 10 ദയാപുരം 10 ദീപം 10 ദിനോസർ 5 ദയ 10 45 മാർക്ക്. എനിക്ക് ദിനകരൻ 10, ദില്ലി 10, ദീവാൻ 10, ദാദാ സാഹിബ് 10, മൃഗം ഒന്നും എനിക്കറിയില്ല 0. അപ്പൊ ടോട്ടൽ 40 മാർക്ക്. നല്ല റൗണ്ടായിരുന്നു. കുറച്ച് കഷ്ടപ്പാട് പെട്ടെങ്കിലും അതെ, നല്ല റെഡ് നല്ലത്. നെക്സ്റ്റ് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പോവാണ്. പെട്ടെന്നായിരുന്നു. ഞായോ? ഞാൻ 3, 2, 1 go. ഇതാണ് ഫുള്ള് ടഫാണ് ഞാൻ വെച്ചത്. ഞാൻ ഏതേനും ഞാന്റെ ഞാൻ ഞാന്റെ ഞാൻ ആ. ഞാൻ വെച്ചിട്ട് എന്താ പേര്? ശ്യാമിന്റെ ഇങ്ങനെ നോക്കുന്ന പേടിയാവുന്നു. അല്ല ഞാൻ ആലോചിച്ചതാ ചില സമയത്ത് അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴെന്തേ കിട്ടുള്ളൂ. മുഖത്തേക്കാ നോക്കി. അങ്ങനെ നോക്കിയാ മതി. ഏതെങ്കിലും റൗണ്ടിൽ നിങ്ങൾ പസറടിക്കോ പെട്ടെന്ന്? അതിന് ടഫ് ആയിട്ടുള്ള സാധനങ്ങൾ എപ്രാവശ്യം കൊണ്ടുവച്ചേ. എല്ലാം കിട്ടിയോ? അങ്ങനെ 4 കിട്ടിയോ? 3 കിട്ടിയോ? 4 കിട്ടിയോ? ഇതൊക്കെ അങ്ക് കിട്ടിയതാണോ? ആ കിട്ടി. എന്ത് കിട്ടി? എല്ലാം കിട്ടി. എല്ലാം കിട്ടി. ആനിമൽ ഓർബേഡ് കിട്ടി, സ്ഥലം കിട്ടി, സിനിമ കിട്ടി. ഓ വെറുതെ അറിയായി. അനക്ക് കിട്ടിയിട്ടൊന്നുമില്ല. നമുക്ക് ഏതെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ അതൊന്നും ഓനെ കൊണ്ട് പറയിപ്പിക്കണം. അങ്ക് പേര് കിട്ടിയോ? ഒന്നാണ് എന്നെ വല്ലാതെ വലിക്കുന്നത്. സങ്കടം കഴിച്ച അതെ കഴിഞ്ഞ കൊറേ സമയമായി. ഒറ്റ മിനിറ്റ്, എനിക്ക് കിട്ടൂല. ഇനി സമയമില്ല ഞാൻ പസറടിച്ചു. കിട്ടുന്നില്ല. ഭയങ്കര ടഫായിട്ടുള്ള അക്ഷരാണ്, ഒന്നും കിട്ടുന്നില്ല. ഇയാൾക്കറിയണോ ഫുള്ള്? പറഞ്ഞായിരുന്നോ? അല്ല ശരിയാവൂല. പേര് ഞിട്ടു. ഞാലു. നീരു. എന്ത് ക്രിയേറ്റീവ് അല്ലേ? ഞിട്ടു ഞാലു നീരു. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞിട്ടു ഞാനും നീരും. സ്ഥലം എനിക്കൊന്നുമില്ല. നോ സ്ഥലം. നെട്ടരപ്പറമ്പ്. ഞാൻ ഞൊട്ടമലൊക്കെ ആലോചിച്ചിരുന്നു. ആ ഞാനത് ഞൊട്ടമലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എവിടെങ്കിലും ഒക്കെ ഉണ്ടാവും. പറ്റൂലേ? അത് നൊട്ടമല. അത് നൊട്ടമലയാണ്. പക്ഷെ ഞെട്ടരപ്പറമ്പ്. ഞെട്ടക ഞെട്ടര അവസാനം ഞാൻ എഴുതി വെച്ചതാ. ആരെങ്കിലും പറമ്പുണ്ടാവുമല്ലോ അങ്ങനെ. ശരി, ഒരു പറമ്പിലൊക്കെ ചിലപ്പോ ആരെങ്കിലും കഷ്ടകാലത്തിന് പേരിട്ടുണ്ടാവും. അതെ ഞെട്ടരപ്പറമ്പൊന്നുമില്ല. ഞൊട്ടമല നോക്കി. നൊട്ടമലയാണ് ശരിക്കും. പക്ഷെ ഞൊട്ടമല ഒന്ന് നോക്ക്. ഞെട്ടരപ്പറമ്പ് ആർക്കും ഉണ്ടാവും. നിങ്ങൾ അറിവിൽ തറവാട്ട് പേരൊക്കെ തറവാട്ട് പേരൊക്കെ ഇങ്ങനെ സ്ഥലാവുക. ഓക്കെ, നിങ്ങൾ അറിവിൽ ഏതെങ്കിലും അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് പറയണേ. അതെ ഞൊട്ടമലയൊന്നും ഇല്ല. ഇല്ല, ഞെട്ടരപ്പറമ്പും ഇല്ല. ഞാൻ ഓൾറെഡി ഒന്നും എഴുതിയിട്ടില്ല. ഓക്കെ, സാധനം ഞണ്ട്. ഞാനാണ് ഞാലിപ്പഴം. ഞാവൽപ്പഴം. ഓ, രണ്ടും ഒന്നല്ലേ? ഞാലിപ്പഴം. ഞാല് വേറെ കാറ്റഗറി പെടും, ഞാവല് വേറെ. ഞാലിപ്പൂവൻ എന്ന് പറയില്ലേ? ഞാലിപ്പഴം. ഞാലിക്കാ ഞാൻ തന്നെ. പക്ഷെ ഞാലിപ്പൂവനും ഞാവൽപ്പഴം ആണെങ്കി ഓക്കെ. ഞാലിപ്പഴം. ഞാലിപ്പഴുണ്ട്. ഞാവൽപ്പഴം. ഞാലിപ്പഴല്ലേ ഇത്? അല്ല, ഞാലിപ്പഴം. ഞാലിപ്പഴം എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. ഞാലിപ്പഴുണ്ട്. എന്തായാലും ഉണ്ട്, അത് നമുക്ക് അറിയാം. ഓക്കെ, ഞാൻ ഉണ്ട്. ഓക്കെ, അതിനെ സിനിമ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഞാൻ സിനിമല്ലേ? ഓക്കെ, ഞാൻ ഗന്ധർവൻ. അതാ എനിക്ക് തോന്നി എന്തോ അങ്ങനെ എഴുതി വെച്ചാ. അത് ഞാൻ ഇവിടെ ആലോചിക്കാം. ഞാൻ ദൈവത്തിന്റെ മകൻ.
ഞാൻ രക്തരക്ഷസ്. ഇതൊക്കെ ആയിരുന്നു ഞാൻ ആലോചിക്കുന്നത്. എപ്പോഴാണ് ഇവിടെ കിട്ടിയത്? ഇതായിരുന്നു ബാക്കി. ഞാൻ എന്തിരുന്നു? ഞാൻ ഗന്ധർവൻ. ഞാൻ ഇനി മൃഗം പക്ഷിയില് ഞാഞ്ഞൂല് പറ്റൂലേ? മറ്റേ നംജി അല്ലേ? അത് നംജി. അത് ശരിക്കും നംജി. അങ്ങനെയല്ല, അങ്ങനെ പറയാം. എന്തെങ്കിലൊക്കെ ആവട്ടെ. ഏതായാലും എനിക്ക് പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? സാധനത്തിലും മൃഗം പക്ഷിയിലും ഞാൻ രണ്ടും മൃഗങ്ങളെ പോലെ എഴുതിയിട്ടുണ്ട്. അതൊരു സാധനം തന്നെയല്ലേ, അപ്പൊ അതുകൊണ്ട് അതിൽ എഴുതാൻ പറ്റൂ. അല്ല, പക്ഷെ ഇതിൽ എഴുതാൻ പറ്റിയിരുന്നു. എനിക്ക് ഞാനൊരു ഇട്ടാണ് ഞാനത് എഴുതി. കിട്ടിയില്ല. ഞണ്ടിന്റെ കയ്യിൽ കിട്ടിയില്ല. ഞാൻ എഴുതിയില്ല. അതുകൊണ്ടാണോ അങ്ങനെ? അത് പറഞ്ഞിട്ടെ ഈ പുതിയ ഉണ്ടാക്കണ്ട. ഞെട്ടരപ്പറമ്പും മറ്റേ ഞൊട്ടവലൊക്കെ എഴുതിയ. എന്തേ സ്ഥലം കിട്ടിയില്ല. എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാ മതി. പറ. ബസറടിക്കപ്പോ ബസറടിക്കൂ. പറയടാ. അറിയില്ല. പോലെ അറിയില്ല. അത് വെറുതെ അറിയൂല. അതന്നെയാണ് സംഭവം. മാർക്ക് എങ്ങനെയാ നിക്കുന്നത്? ഞീരൂര് 10, ഞൊട്ടമല 0, ഞാവൽപ്പഴം 10, ഞാൻ ഗന്ധർവൻ 10, ഞവഞ്ചി 0. എനിക്ക് ഞാലൂര് 10, ഞെട്ടരപ്പറമ്പ് 0, ഞാലിപ്പഴം 10, പിന്നെ ആനിമൽ ആർബേഡ് 0 ഒന്നും എഴുതിയില്ല. സിനിമ ഞാൻ എഴുതി 10. ടോട്ടൽ 30 മാർക്ക്. ഇന്റത് ഞെട്ട് 10, സ്ഥലം എഴുതിയിട്ടില്ല. ഞണ്ട് 10, ഞങ്ങൾ സന്തുഷ്ടരാണ് 10, ഞാനൂല് 10, ടോട്ടൽ 40. ഇനി ഗൈസ് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. അടുത്ത റൗണ്ടിൽ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ റെഡ് തന്നെ എടുക്കാം. ഇതിനൊരു പ്രത്യേക ഓറഞ്ച് ഒട്ടകപ്പക്ഷി. Okay, 3, 2, 1, go. അഞ്ചിനടുത്ത് ചോദിച്ചു. ഞാൻ അങ്ങനെ ആക്ഷൻ ഇത് തന്നെ ഇതാക്ക. ഏകദേശം എഴുതി കഴിഞ്ഞിരിക്കുന്നു. അടിക്കണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു എനിക്ക്. നമുക്ക് നോക്കിയാലോ? പേര് ഒതേനൻ. നന്നായി. വേറെ പേരൊന്നും കിട്ടിയില്ലല്ലേ? ഇല്ലല്ലേ, ഞാൻ ഓനു കേട്ടോ. വീട്ടിലൊക്കെ വിളിക്കൂലേ? അതിന്റെ പേരാണ് ഓനു. അല്ല, ശരിക്കുള്ള പേരെന്താ? ഓമനക്കുട്ടൻ. ഒമാൻ. ഒടുംബ്ര. ഒടുംബ്ര ഇതിന് മുന്നേ കേട്ടിരുന്നല്ലോ. ഓക്കെ, കോഴിക്കോടിന്റെ സാധനം ഓല. ഓട്. ഓട്. ഉലക്കല്ലേ? സിനിമ ഓടരുതമ്മാവ ആളറിയാം. 1 മുതൽ 0 വരെ. 9 മുതൽ 0 വരെയാണെന്ന് കേട്ട് ചെയ്യേ. ഓടയിൽ നിന്ന് അവാർഡ്. ഒട്ടകപക്ഷി. ഒട്ടകല്ല, ഒട്ടകപക്ഷി. ഒട്ടകം. ഓന്ത്. ഓ, ഒട്ടകപക്ഷി നിന്നുണ്ടായി സഹിക്കാൻ വയ്യട്ടോ. 5 കിട്ടാൻ സമ്മതിച്ചില്ല. അതിന്റെ ഇടയിൽ കൂടെ ഓടെഴുതി വെച്ച്. എനിക്ക് 5, ഒടുംബ്ര 10, ഓട് 5, ഓടയിൽ നിന്ന് 10, ഓന്ത് 10. 40 മാർക്ക്. എനിക്ക് ഓന് 10, ഒമാൻ 10, ഓട് 5, ഒട്ടകം 10, 1 മുതൽ 0 വരെ 10, 45. എനിക്ക് ഒതേനൻ 5, ഓച്ചിറ 10, ഓല 10, ഓടരുതമ്മാവ ആളറിയാൻ 10, ഒട്ടകപക്ഷി 10, 45. എന്റെ പേജ് തീർന്ന് ഞാൻ അടുത്ത പേജിൽ എഴുതാൻ പോവാ. എന്റെ എഴുതി ഞാൻ നേരത്തെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അടുത്ത ഞാൻ എടുക്കാം. അടുത്തോ? എനിക്ക് തോന്നി അവസാന കണ്ണീരുന്നത് എന്തായിരിക്കും?
Okay, 3, 2, 1, go. കിട്ടിയില്ല സാധനം കിട്ടിയില്ല. കോമൺ ആയിട്ട് ഉണ്ടാവും എനിക്ക് ഉറപ്പാ. പേര് ഗംഗാധരൻ. ഗീതു. അത് ഞാൻ എഴുതാൻ തന്നിരുന്നു. ഗായു. ഞാൻ ഈ ഗായത്രി വിചാരിച്ചിട്ടാ ഗീതു. ആണല്ലേ, ഗായത്രി എഴുതി വെട്ടിയതാ. ഓക്കെ, സ്ഥലം ഗംഗോത്രി. നന്നായി, ഗംഗോത്രി. ഞാൻ ഗംഗ. ഗംഗ 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 നദി. അവിടെ അത് സ്ഥലല്ലേ? അല്ല, ഗംഗ എന്ന് പറഞ്ഞ സ്ഥലം നമ്മള് ഗംഗയില് പോവാന്നിട്ടല്ലേ പോവാ. അല്ല, ഗംഗ എന്ന് പറഞ്ഞ സ്ഥലം ഇതെങ്കിലും എഴുതി കൂടി നമുക്ക്. ഗംഗ ഗംഗ സ്ഥലത്ത് പോണം. ഗംഗയില് പോവാന്നിട്ടല്ലേ ഗംഗയിൽ പോണെന്നല്ല, ഞങ്ങളൊക്കെ പുഴയിലെ പോണെന്ന് വിചാരിക്കും. ആ അത് സ്ഥലല്ലേ? എഴുതി വെട്ടി. നല്ല സ്ഥലേനു. ഓ, അതൊക്കെ എഴുതി വിചാരിച്ചിട്ടാണ് ഞാൻ വെട്ടിയത്. ഗംഗ പറ്റൂല. അത് വേണേ പറയാം. ഗംഗ ഒരു സ്ഥലല്ലേ? പാവല്ലേ? അല്ല, അതുണ്ടാവും. ഔദാര്യമായിട്ട് കണക്ക് കൂട്ടുന്നതാ. അതെന്താന്നറിയോ? സ്ഥലം പറയാൻ ചാൻസ് ഉണ്ട്. ഞാനും സപ്പോർട്ട് ചെയ്യുന്നു. പ്രശ്നം തീർന്നില്ലേ? ഗംഗ. ആ. ഒരു സ്ഥലമുണ്ട്. ഗംഗ. ഗംഗയല്ല, ഗംഗ. ഗംഗ. ആ ഗംഗോത്രി. സാധനം മിക്കവാറും എല്ലാരും സെയിമായിരിക്കും. സാധനം ആ, ഗംഗാജലം. അത് കൊള്ളാം. ഞാനൊന്നും എഴുതിയില്ല ഗൈസ്. ഞാൻ ഗധ. ഗധ. അതാരും എഴുതുന്നു വിചാരിച്ചിരുന്നു. ഇനി സിനിമ ഗുരുവായൂർ അമ്പലം നടയിൽ. ഓഫ്, ഞാന് ഗുരു. ഗഗനചാരി. ഉണ്ട്. ആ ഓക്കെ. ഓ സമാധാനം. ആനിമൽ ആർ ബേർഡ്. ഗരുഡൻ. 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 എന്തൊരു അതല്ലാതെ ഒരു ഗാ വെച്ചിട്ട് ആനിമൽ പറ. അതന്നെ. ഗുങ്കുരു അല്ലേ? ഗാ വെച്ചിട്ട് വേറെ ഒന്നും തല വന്നില്ല ഗൈസ്. ഗരുഡൻ അങ്ങോട്ട് എഴുതി. ഞാൻ ഗുക്കുടൂന്ന് വരെ ആലോചിച്ചു, എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഓക്കെ. ഗംഗാധരന് 10, ഗംഗോത്രിക്ക് 5, ഗദയ്ക്ക് 10, ഗഗനചാരി 10, ഗരുഡൻ 5. ടോട്ടല് 40 മാർക്ക്. ഗൈസ് എനിക്ക് ഗായു 10, ഗംഗ 10, ഗരുഡൻ 5, ഗുരു 10, ടോട്ടൽ 35 മാർക്ക് ഗൈസ്. എനിക്ക് ഗീത് 10, ഗംഗോത്രി 5, ഗംഗാചലം 10, ഗുരുവായൂർ അമ്പലനടയിൽ 10, ഗരുഡൻ 5, മൊത്തം 40. അങ്ങനെ ഗൈസ് നമ്മൾ ഇനി അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പോവാണ്. പോരാട്ടമാണ് ഇവിടെ. ആര് ജയിക്കാൻ 5 10 മാർക്കിന് ജയിക്കുള്ളൂ എനിക്ക് തോന്നുന്നത്. അതാണ്, പക്ഷെ ഞാൻ കുറെ പിന്നിലേക്ക് എനിക്ക് തോന്നുന്നു. നിങ്ങൾ രണ്ടിൽ ആരെങ്കിലും 5 10 മാർക്കിലേക്ക്. ഓക്കെ, ഞാൻ എടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആ അടിപൊളി. ആണ് ഗൈസ് വന്നിട്ടുള്ളത്. 3, 2, 1, go. ഒന്നും കിട്ടില്ല വരേക്ക്. എനിക്ക് ഒന്നും കിട്ടാത്തുള്ളൂ. അതിന് ഞാൻ കാത്തു വെച്ചിരുന്നത്. എനിക്ക് ഒന്ന് മാത്രം കിട്ടിയില്ല. ഓക്കെ, ക്വിറ്റ് ചെയ്യാൻ പോണ് ഗൈസ്. പേര് ഫറു. ഫഹീമ. ഫിലു. എനിക്കറിയാം സ്ഥലം. ആരെങ്കിലും ഞാൻ ഇത് എഴുതിയിട്ടുണ്ടോ? അതെനിക്ക് പറയാം. ആ ഫറൂഖ്. ഫരീദാബാദ്. ഫിലാഡൽഫിയ. ഞാനൊക്കെ വിട്ടുപോയി. ഭാഗ്യം. സാധനം ഫലൂദ. ഫലകം. 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 ഫലകം തന്നെ. ഫലകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുന്ന മൊമെന്റോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഫാം. സിനിമ. നിങ്ങൾ അങ്ങോട്ട് നോക്കി. For the people. ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ. ഞാൻ എഴുതിയില്ല guys. ഞാൻ പൂജയാണ്. ഓക്കെ, എനിക്ക് മൃഗവും പക്ഷിയും കിട്ടിയില്ല. ഞാൻ എഴുതിയില്ല. ഫീനിക്സ് പക്ഷി. ഫീനിക്സ് പക്ഷി മലയാളം ഉണ്ടോ? മലയാളത്തിൽ അങ്ങനെ പറയില്ല. അതിജീവിത പക്ഷിയോ? ഫീനിക്സ് പക്ഷിക്ക് മലയാളം ഇല്ല. മലയാളത്തിൽ പേരില്ല. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻ പോലെ ചാരത്ത് ഉയർത്തെഴുന്നേറ്റ് അങ്ങനെ ആക്കരുത്. അമരനായ പക്ഷി. അതാ ഞാൻ പറഞ്ഞത്. അതായത് അതിൽ നിന്ന് അതിജീവിച്ചു വന്നു, അങ്ങനെ കഴിച്ചിട്ട്. അപ്പൊ ഗൈസ് നമുക്ക് മാർക്ക് കൂട്ടാം. എനിക്ക് ഫിലുവിന് 10, ഫറൂഖിന് 10, ഫാമിന് 10, 0 0 പിന്നെ 30. എനിക്ക് ഫറൂഖിന് 10, ഫിലാഡൽഫിയക്ക് 10, ഫലൂഡയ്ക്ക് 10, ഫോർ ദ പീപ്പിൾ 10, മൃഗവും പക്ഷി ഞാൻ എഴുതിയിട്ടില്ല. ടോട്ടൽ 40. എനിക്ക് ഫഹീമയ്ക്ക് 10, ഫരീദാബാദിന് 10, ഫലകത്തിന് 10, ഫിലിക്സ് ആൻഡ് ദ മങ്കി പെന്നിന് 10, ഫീനിക്സിന് 10. 50 മാർക്കുകൾ കരസ്ഥമാക്കി. അവസാനത്തോട് അടുക്കുമ്പോഴാണ്
ആരാന്നറിയില്ല. എന്നാലും ഞാനല്ല. നീ അടുത്തത് ഞാനല്ലേ? ഇതിൽ എളുപ്പമുള്ള തോന്നുന്നില്ല, എനിക്ക് ഒരു പ്രതീക്ഷയില്ല. Ready? 3, 2, 1, go. ഞാനൊക്കെ ഞാൻ എഴുതി കഴിഞ്ഞ് ഞാൻ ഒന്ന് ലാസ്റ്റ് ചെക്ക് ചെയ്യായിരുന്നു. അതെ, അതാണ് ഞാൻ ചെയ്തത്. എല്ലാവരും ഡൗട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കൊരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്. എല്ലാരും എഴുതി കഴിഞ്ഞു. വീണ. എന്തേ? വീണ. എല്ലാരും വീണാന്ന് എഴുതുന്ന അറിയണ്ടേ? വീരൻ. വീരൻ. ചേർക്കായിരുന്നു. ശരി, വീരഭദ്രൻ. നല്ല പേര്. വെറൈറ്റി. അങ്ങനെ വീണ 5 ആയിരിക്കാണ്. അടുത്തത് ആരെങ്കിലും എഴുതുന്ന എനിക്ക് 100% ഉറപ്പാ. എന്നാ പറഞ്ഞു. വാഴക്കാട്. വയലാടാ. വരയനാട്. വാഴക്കാട് ഉണ്ട്. വാഴക്കാടുണ്ട്. വയലാടാ. സാധനം വട. വിക്സ്. വീണ. അതവിടെ കൊണ്ട്. അതവിടെ കൊണ്ടിട്ട്. സിനിമ. അയ്യോ, ഇതെനിക്ക് നല്ല പേടിയുണ്ട്. പറയ്. വർഷം. മോഹൻലാലിന്റെ അല്ല മമ്മൂട്ടിന്റെ. വാഴാറ്റു. ബാൽക്കണ്ണാടി. കണ്ണാടി സിനിമ ഉണ്ടോ? ഉണ്ടല്ലോ. 10 മാർക്ക് ഗൈസ്. മൃഗം പക്ഷി. വാലാട്ടിക്കിളി. വാനമ്പാടി. വാലാട്ടിക്കിളില്ലേ സല്ലു? വേണം നോക്കണം. വാലാട്ടിക്കിളി. ഓ, പക്ഷെ 50 കിട്ടേണ്ട ബേബി ഗൈസ്. 45 ആയി പോയി. എനിക്ക് 50 കിട്ടി. ഇത് നോക്ക്. ഞാൻ തൊട്ടടുത്ത് 250. ധീരന് 10, വാഴക്കാട് 10, വീണ 10, വാഴാറ്റു 10, വണ്ണാത്തിപ്പുള്ളു 10. എന്റേത് വീണ 5, വയലട 10, വിക്സ് 10, ഇതെന്തായിരുന്നു വാനമ്പാടി 10, വർഷം 10. ഞാനിവിടെ വീണ 5, വരയനാട് 10, വട 10, ബാൽക്കണ്ണാടി 10, വാലാട്ടിക്കിളി 10, അങ്ങനെ ടോട്ടൽ 45. എനിക്ക് 50 മാർക്ക് അങ്ങനെ ഇത് ശ്രീധരൻ കൊണ്ടുപോകുന്ന എനിക്ക് അല്ല, തോന്നുന്നു. എനിക്ക് അങ്ങനെ കിട്ടാറില്ല. അതെ. ഞാനിതിന് ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോ എനിക്ക് 50 കിട്ടിയത്. ഓക്കെ, ഇനി അടുത്താരെ ഞാനാണോ ശ്രീയാണോ? ഇവള് ഈ ആയിരിക്കും. ഓക്കെ, ഞാൻ എടുക്കട്ടെ. 2 എണ്ണം കൂടിയേ ഉള്ളൂ. ഇത് ലാസ്റ്റ് റൗണ്ടാ. ഇത് ലാസ്റ്റ് റൗണ്ടാ. ഓക്കെ, ഇത് എടുത്ത്. എന്താ? അമ്മേ. 3, 2, 1, go. കൊല്ലും ഞാൻ. ഉറപ്പായിട്ട് ഞാൻ കൊല്ലും. സമയം അങ്ങനെ ആവാനുണ്ട്. സത്യം എനിക്ക് സങ്കടം വരണ്ടേ ഗൈസ്. എനിക്ക് എഴുതാൻ പറ്റാതില്ല. കാരണം ഞാൻ വെച്ചെനിക്ക് എഴുതാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ലാസ്റ്റിലോട്ട് ഇല്ലായിരുന്നു, പക്ഷെ കുറച്ചൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് അറിയില്ല. പേര് ജലജ. പേര് ജുനു. ഓ, പേര് ജിനു. സ്ഥലം ജാർഖണ്ഡ്. ഒന്നും ഇതില്ല. എഴുതാൻ സമയം കിട്ടിയില്ല. ജോധ്പൂർ. ഉണ്ടാവും. ജോധ്പൂർ ഉണ്ട് ഉറപ്പാണ്. ജോധ്പൂർ ഉണ്ട്. ഓക്കെ ഗൈസ്, എനിക്ക് അതിൽ പൂജയാണ്. സാധനം ജിലേബി. ജീരകം. ജീരകം. എനിക്ക് തോന്നി എനിക്ക് വെട്ടെഴുതാൻ ഞാൻ ജനാലാന്ന് വെട്ടെഴുതണം വിചാരിച്ചു. ഇല്ല, സമയം തന്നെ ബസറടിച്ചില്ലേ. ഓക്കെ, സിനിമ ജംബോ സർക്കസ് ആണ് ഞാൻ എഴുതാൻ പോയത്. ജംബോ എന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പൊ കാര്യമില്ലല്ലോ അല്ലേ. ജംബോ മലയാള സിനിമ ഉണ്ടോ നോക്കാം. ജംബോ ഒന്നും മലയാള സിനിമ ഉണ്ടാവില്ല. ചിലപ്പോ അതിനുള്ള ഭാഗ്യം എനിക്കില്ല, ഉണ്ടാവില്ല. ജാലകം കൂടെ എന്താ പറഞ്ഞേ? ജംബോ സർക്കസ്. അതെന്താ സിനിമയാണോ? ജംബോ സർക്കസേ ഉള്ളൂ, ജംബോ എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ സർക്കസ് ഏതാ സമ്മതിച്ചില്ലോള്. ബസ് അടിച്ച്. ജാലകം നോക്കണം. നോക്കണം. എന്റെ ഓർമ്മയിൽ ഉണ്ടെന്നാണ് എനിക്കറിയില്ല. ഏത് ഓർമ്മ വെച്ചിട്ടാ പറയുന്നത്? പണ്ടത്തെ അങ്ങനെ കൊറേ സിനിമ ഇത് ഇറങ്ങിണ്ടാവുമല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ ഇറങ്ങിണ്ടാവും. അങ്ങനെയാണ് എന്റെ ഒരു ഇത്. സോറി, എനിക്കും പറ്റിയൊരു തെറ്റ്. ജാലകം ഉണ്ട്. ജാലകല്ലേ? സമാധാനം. 10ക്ക് 10.
അടുത്തിരുന്നിട്ട് മറ്റേ ഓറ കിട്ടിയതാണോ? അല്ല, ഞാൻ നല്ല പണ്ടത്തിനെ ചെയ്തിട്ടുണ്ട്. എന്താന്ന് കേക്കട്ടെ. സിനിമ ജാൻവർ ഉണ്ടോന്ന് നോക്കുക. ജാൻവറോ? മലയാള സിനിമയെ? ആ എഴുതിയ കാലം മാറിപ്പോയി. ഇപ്പൊ തൽക്കാലം അത് നോക്ക്. ജാൻവറിന്റെ മൃഗത്തിലെ ഏതാ ഉദ്ദേശിച്ച? അത് മൊത്തം ഹിന്ദി പറയുന്നത്. അതെ, പക്ഷെ ജലോത്സവം മൃഗത്തിനെ കൊണ്ട് എഴുതിയിരിക്കും. അത് മാർക്ക് കൊടുക്കാൻ പറ്റില്ലട്ടോ. അത് ജാൻവർ ഉണ്ടോന്ന് നോക്കാല്. ഞാനൊന്ന് നോക്കിയാ മതി. അല്ല, ഒരു മിനിറ്റ് നോക്കട്ടെ. ഇതിപ്പോ ഈ ഏല ജാൻവർ എഴുതി വെച്ചേ. ജാൻവർ മൃഗം അല്ല, സിനിമയില് ജാൻവർ ഉണ്ടോ? ആ സിനിമയില് ജാൻവർ ഉണ്ടോ സല്ലു? ഇല്ല, പാലത്തു ജാൻവറേ ആ, ഉള്ളൂ. അപ്പൊ മൃഗപക്ഷിയില് ജലോത്സവം. ഇതെടുത്ത് ഇപ്പുറത്തിട്ടിരുന്നെങ്കിൽ ആ ഒരു 10 ഒരു 10 മാർക്ക് മാർക്കെങ്കിലും കിട്ടിയത്. ഇതങ്ങനെ പറ്റില്ല. പറ്റൂല. എനിക്ക് ജിനുവിന് 10, ജാർഖണ്ഡ് 10, ജിലേബി 10, മറ്റേ 2 0. ആകെ ടോട്ടൽ 30 മാർക്ക്. എനിക്ക് ജുനുവിന് 10, ബാക്കി 0, ജീരകം 5, പിന്നെ ഞാൻ അനിമൽ ബേർഡ് എഴുതിയിട്ടില്ല. ജാലകം 10, 10, 20, 25 മാർക്ക്. എനിക്ക് ജലജയ്ക്ക് 10, ജോധ്പൂറിന് 10, ജീരകത്തിന് 5, ബാക്കിയുള്ളതിന് 25 മാർക്ക്. അങ്ങനെ നമ്മൾ റൗണ്ട് 10 കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നു. നോക്ക്. ഇതാണ്, ഇതാ. അവിടെ കിടക്കട്ടെ. വേണ്ട, ഞങ്ങളിത് കൂട്ടിക്കോളാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ 9 റൗണ്ട്സ് ആണ് പോയത്. അപ്പൊ ഇതിലൊക്കെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ പിന്നോട്ടാന്ന് എനിക്കറിയാം. മാർക്ക് കൂട്ടാൻ വേണ്ടി പോവാണ് ഗൈസ്. അത് തന്നെ ഞാൻ ഈ സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. 40, 50, 50, 25, പിന്നെ 35, പിന്നെ 30, 45, 30, 40. ടോട്ടല് 345 സ്കോർ ഗൈസ്. 345 മാർക്കാണ് ഗൈസ്. അത് നല്ല സ്കോറാണ്. നല്ല സ്കോറാണ്. ഞാൻ 100ന്റെ പിന്നിലായിരിക്കും എനിക്ക് തോന്നുന്നത്. എന്റേതൊക്കെ ഈ ഒരു പേപ്പറിൽ തന്നെ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതിൽ പൊളിച്ചിട്ട് എഴുതിയത് 30 പ്ലസ് 10 പ്ലസ് 45 പ്ലസ് 30 പ്ലസ് 45 പ്ലസ് കൊള്ളാലോ. 35 പ്ലസ് 30 പ്ലസ് 45 പ്ലസ് 25 കഴിഞ്ഞ എത്ര ഉള്ളൂ? 295 ഞാൻ പറഞ്ഞില്ലേ ഞാൻ പൊട്ടിയത്. 50 മാർക്കിന് ഡിഫറൻസ്. 295 മാർക്ക്. ഞാനാണ് 35 പ്ലസ് 30 പ്ലസ് 40 പ്ലസ് 40 പ്ലസ് 45 പ്ലസ് 40 പ്ലസ് 45 പ്ലസ് 30. 300 ഇത്രയും നമ്മൾ ഓരോരോ എന്താ പറയാ, ഇത്രയും തവണ നമ്മൾ ഈ ചാലഞ്ച് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ടൈ ആയി വന്നിട്ടുള്ളത്. 2 പേരും വിന്നർ ആയിരിക്കണം. ഞാൻ മാത്രം 50 മാർക്കിന് പിന്നിലാണ്. അത് ഉള്ളൂ. അല്ല, ഇവല്ലേ ഉള്ളൂന്നോ? പൊട്ടിയില്ല ഞാൻ. കുഴപ്പമില്ല ഗൈസ്. ഇത് ഞാൻ എപ്പോഴും ഈ ചാലഞ്ചിൽ ഞാൻ തോൽക്കാറാണ് പതിവ്. ആ പതിവ് തെറ്റിക്കാൻ എനിക്ക് താല്പര്യമില്ല. നല്ല ഫണ്ണായിട്ടുള്ള ഗെയിം ആയിരുന്നു guys. പക്ഷെ ഞങ്ങൾ ആരെന്നുള്ളത് നമുക്ക് ഒരു ഡൗട്ട് ആയിരുന്നു. പക്ഷെ ഇങ്ങനെ വരുന്ന ഞാൻ ആലോചിച്ചില്ല. അതെങ്ങനെയാ, ഈ 5ക്ക് ഫസ്റ്റില് ഇങ്ങനെ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ശ്രീക്ക് 50-50 ഒക്കെ കിട്ടിയില്ലേ? അപ്പൊ ഇവിടെ കുറഞ്ഞു. അപ്പൊ 2 പേരും ടാലി. ഒരു 50 കൂടെ അടിക്കണ്ട, ഞാൻ കൊണ്ട് കളയൂ. അതെ. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇത്ര. എന്താ പറയാ, ജലോത്സവ സിനിമയിലാണ് എഴുതിയെങ്കിൽ ഇപ്പൊ 10 മാർക്കിനോട് മുന്നിലായിരുന്നു. അതെ, ശരിയാ. അത് സാരമില്ല ഗൈസ്. എന്തായാലും ഈ ചാലഞ്ച് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ പാർട്ട് 5 ആയിട്ട് ഞങ്ങൾ ഉടനടി വരും. കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും. അക്ഷരം പുതിയ ഉണ്ടാക്കുന്നത്. ഇത് നമ്മള് മുന്നുള്ളത് 1 കൊല്ലം മുന്നല്ലേ ചെയ്തത്. ചിലപ്പോ പാർട്ട് 5 1 കൊല്ലം കഴിഞ്ഞിട്ട് വരാൻ പോയത്. അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ ദിസ് ഈസ് ശ്രീലക്ഷ്മി, ദിസ് ഈസ് ഷാമിയ, സൈനിങ് ഓഫ്.